ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 3 മണിവരെ 46.55% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 70 സീറ്റുകളിലായി 699 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, അരവിന്ദ് കെജ്രിവാൾ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ അമിതമായി പോലീസിനെ വിന്യസിച്ചെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ ആരോപിച്ചു. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, ഇനി അധികം സമയമില്ല, 1 മണിക്കൂർ കൂടി വോട്ടെടുപ്പിനുള്ളൂ. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഒരു ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണോ ഡൽഹിയിൽ? ദിവ്യ, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവസാന മണിക്കൂറുകളിലേക്ക് തെരഞ്ഞെടുപ്പ് കടക്കുകയാണ്. എന്തായാലും ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് ഇപ്പോൾ ഈ അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പറയുവാൻ സാധിച്ചത്. ആദ്യം 11 മണിവരെ മന്ദഗതിയിലായിരുന്നു പോളിംഗ്. കേവലം 19% മാത്രമായിരുന്നു ആ പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ ആ പോളിംഗ് ശതമാനം ഉയരുന്നൊരു കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. 3 മണിവരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായി ലഭിച്ചിട്ടുള്ളത്. 46.55% പോളിംഗ് ആണ് ഈ 3 മണിവരെ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോഴും പോളിംഗ് സ്റ്റേഷനുകളിൽ നല്ല തിരക്കാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഒരുപക്ഷെ 2020 കണക്കിന് മുകളിലേക്ക് 2020 ഈ 62%-നും 63%-നും ഇടയിലുമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇത്തവണ അതിന് മുകളിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 57% മാത്രമായിരുന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ മികച്ചൊരു പോളിംഗ് ഇത്തവണ നടക്കുന്നു. ശൈത്യകാലമാണ്, അതുകൊണ്ടാണ് 11 മണിവരെ പോളിംഗ് ശതമാനം കുറയുവാൻ കാരണമായി എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ 11 മണി കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ വലിയ രീതിയിലുള്ള തിരക്ക് ഡൽഹിയിലെ പോളിംഗ് ബൂത്തുകളിൽ അനുഭവപ്പെടുന്ന കാഴ്ച തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. രാവിലെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഔട്ട് രേഖപ്പെടുത്തിയിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അതുപോലെ തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രിയങ്ക ഗാന്ധി, ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഡൽഹി മുഖ്യമന്ത്രി അതിഷി തുടങ്ങിയ പ്രമുഖരെല്ലാവരും രാവിലെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും ജനങ്ങളുടെ വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഇത്തവണ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന കാഴ്ച തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ 65% അല്ലെങ്കിൽ 65-നും 70%-നും ഇടയിലേക്ക് ആ പോളിംഗ് പോയേക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ അവസാന മണിക്കൂറിൽ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു മാസത്തിനിടെ ശക്തമായ പ്രചാരണമായിരുന്നു, ശക്തമായ ഒരു ത്രികോണ മത്സരം ഇത്തവണ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. ഭരണ തുടർച്ചയ്ക്ക് ആം ആദ്മി പാർട്ടിയും അതുപോലെ തന്നെ ഒരു അട്ടിമറിക്കുമാണ് കോൺഗ്രസും BJP-യും ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു സൂചനകൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് മികച്ചൊരു പ്രതികരണം ലഭിക്കുന്നുണ്ട്. എന്തായാലും ചില അനിഷ്ട സംഭവങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഇന്ന് സീലംപൂരിലാണ് വലിയ രീതിയിലുള്ള ആരോപണം ഇത്തരത്തിൽ BJP ഉയർത്തി. അവിടെ ഒരു കള്ളവോട്ട് നടത്തുവാൻ ആം ആദ്മി പാർട്ടി ശ്രമിച്ചു എന്നൊരു ആരോപണം BJP ഉയർത്തുകയും പിന്നീട് അവിടെ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. കൂടാതെ ജംഗ്പൂരിൽ ഇത്തരത്തിൽ BJP വോട്ടിന് പണം നൽകുന്നു എന്ന ആരോപണമാണ് ആം ആദ്മി പാർട്ടി ഉയർത്തി. എന്തായാലും അപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. എന്തായാലും അവസാന മണിക്കൂറിൽ മികച്ച പോളിംഗ് ഒഴിച്ചു നിർത്തിയാൽ പൊതുവെ സമാധാനപരമായി വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് ഡൽഹിയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.